ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. LDC LGS മെയിൻ പരീക്ഷകൾക്കും ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷകൾക്കും വേണ്ടി തയ്യാറാക്കിയ ഇന്ത്യയിൽ നിന്നുമുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യ ഭാഗത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കാണാത്തവർ അത് കാണുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. 2021 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് വേദി ഹരിയാന. 2021 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദിയാണ് ഹരിയാന. ഉത്തരാഖണ്ഡിൽ പ്രളയത്തിൻ്റെ ഭാഗമായി തകർന്നുപോയ ജലവൈദ്യുത പദ്ധതി ഏത്? ഋഷിഗംഗ. ഉത്തരാഖണ്ഡിൽ പ്രളയത്തിൻ്റെ ഭാഗമായി തകർന്നുപോയ വൈദ്യുത പദ്ധതിയാണ് ഋഷിഗംഗ. നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആര്? സുരേഷ് ചന്ദ്ര ശർമ്മ. നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ പ്രഥമ ചെയർമാനാണ് സുരേഷ് ചന്ദ്ര ശർമ്മ. 2021 മാർച്ചിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നിരീക്ഷണ കപ്പലേത്? വജ്ര. 2021 മാർച്ചിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ നിരീക്ഷണ കപ്പലാണ് വജ്ര. 2020 വ്യാസ സമ്മാൻ ലഭിച്ചതാർക്ക്? ശരത് പകാരെ. 2020 വ്യാസ സമ്മാൻ ലഭിച്ച ഹിന്ദി സാഹിത്യകാരനാണ് ശരത് പകാരെ. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ കപ്പലുകളുടെ നീക്കം മനസ്സിലാക്കാൻ നാവികസേനയെ സഹായിക്കാനായി DRDO വികസിപ്പിച്ച ഉപഗ്രഹമേത്? സിന്ധു നേത്ര. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ കപ്പലുകളുടെ നീക്കം മനസ്സിലാക്കാൻ നാവികസേനയെ സഹായിക്കാനായി DRDO വികസിപ്പിച്ച ഉപഗ്രഹമാണ് സിന്ധു നേത്ര. ലക്ഷദ്വീപിലെ ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റർ ആര്? പ്രഫുൽ ഗോഡ പട്ടേൽ. ലക്ഷദ്വീപിലെ ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്ററാണ് പ്രഫുൽ ഗോഡ പട്ടേൽ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ചരക്ക് തീവണ്ടി ഏത്? വാസുകി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ചരക്ക് തീവണ്ടിയാണ് വാസുകി. ഇന്ത്യയിൽ കോവിഡ് വാക്സിൻ സ്വീകരിച്ച ആദ്യ വ്യക്തി ആര്? മനീഷ് കുമാർ. ഇന്ത്യയിൽ കോവിഡ് വാക്സിൻ സ്വീകരിച്ച ആദ്യ വ്യക്തിയാണ് മനീഷ് കുമാർ. 1 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ദത്തെടുക്കുന്ന വനിതാ ജീവനക്കാർക്ക് 150 ദിവസം പ്രസവാവധിക്ക് തുല്യമായ അവധി അനുവദിച്ച സംസ്ഥാനമേത്? കർണാടക. 1 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ദത്തെടുക്കുന്ന വനിതാ ജീവനക്കാർക്ക് 150 ദിവസം പ്രസവാവധിക്ക് തുല്യമായ അവധി അനുവദിച്ച സംസ്ഥാനമാണ് കർണാടക. ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്ത സർവകലാശാല ഏത്? ഡൽഹി സർവകലാശാല. ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്ത സർവകലാശാലയാണ് ഡൽഹി സർവകലാശാല. 2021 16ാമത് പ്രവാസി ഭാരതീയ ദിനത്തിൻ്റെ പ്രമേയമെന്ത്? ആത്മനിർഭർ ഭാരതിനെ പ്രോത്സാഹിപ്പിക്കുക. 2021 16ാമത് പ്രവാസി ഭാരതീയ ദിവസത്തിൻ്റെ പ്രമേയമാണ് ആത്മനിർഭർ ഭാരതിനെ പ്രോത്സാഹിപ്പിക്കുക. വാട്സാപ്പിന് ബദലായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ആപ്പ് ഏത്? സന്ദേശ്. വാട്സാപ്പിന് ബദലായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ആപ്പാണ് സന്ദേശ്. ദ ഇന്ത്യ സ്റ്റോറി എന്ന പുസ്തകം രചിച്ച മുൻ റിസർവ് ബാങ്ക് ഗവർണർ ആര്? വിമൽ ജലാൻ. ദ ഇന്ത്യ സ്റ്റോറി എന്ന പുസ്തകം രചിച്ചത് വിമൽ ജലാനാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ തെലങ്കാനയിലെ ക്ഷേത്രമേത്? രാമപ്പ ക്ഷേത്രം.
യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ തെലങ്കാനയിലെ ക്ഷേത്രമാണ് രാമപ്പ ക്ഷേത്രം. ബഹിരാകാശത്ത് എത്തിയ മൂന്നാമത് ഇന്ത്യൻ വംശജയാര്? സിരിഷ ബാംഗ്ല. ബഹിരാകാശത്ത് എത്തിയ മൂന്നാമത് ഇന്ത്യൻ വംശജയാണ് സിരിഷ ബാംഗ്ല. 2021 ജൂലൈ 1 200 വയസ്സ് തികഞ്ഞ ഇന്ത്യയിലെ ദിനപത്രം മുംബൈ സമാചാർ. 2021 ജൂലൈ 1 200 വയസ്സ് തികഞ്ഞ ഇന്ത്യയിലെ ദിനപത്രമാണ് മുംബൈ സമാചാർ. ടെറിട്ടോറിയൽ ആർമിയുടെ ക്യാപ്റ്റനായി നിയമിതനായ ആദ്യ കേന്ദ്രമന്ത്രി ആര്? അനുരാഗ് ഠാക്കൂർ. ടെറിട്ടോറിയൽ ആർമിയുടെ ക്യാപ്റ്റനായി നിയമിതനായ ആദ്യ കേന്ദ്രമന്ത്രിയാണ് അനുരാഗ് ഠാക്കൂർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ സ്റ്റീൽ ആർച്ച് ബ്രിഡ്ജ് ഏത്? വഹ്രു പാലം, മേഘാലയ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ സ്റ്റീൽ ആർച്ച് ബ്രിഡ്ജാണ് വഹ്രു പാലം. DRDO വിജയകരമായി പരീക്ഷിച്ച ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള പുത്തൻ തലമുറ ബാലിസ്റ്റിക് മിസൈൽ ഏത്? അഗ്നി പ്രൈം. DRDO വിജയകരമായി പരീക്ഷിച്ച ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള പുത്തൻ തലമുറ ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി പ്രൈം. ഇന്ത്യയുടെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര്? സുശീൽ ചന്ദ്ര. ഇന്ത്യയുടെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് സുശീൽ ചന്ദ്ര. 2021 ഹെറാത്ത് ഉത്സവം നടന്നതെവിടെ? ജമ്മു കാശ്മീർ. 2021 ഹെറാത്ത് ഉത്സവം നടന്നത് ജമ്മു കാശ്മീരിലാണ്. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചതാര്? നിർമ്മല സീതാരാമൻ. 2021 ഫെബ്രുവരി 1. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമനാണ്. നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്ന മൗണ്ട് അന്നപൂർണ കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിതയാര്? പ്രിയങ്ക മൊഹിതെ. നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്ന മൗണ്ട് അന്നപൂർണ കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് പ്രിയങ്ക മൊഹിതെ. 2021 റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് മരണാനന്തര ബഹുമതിയായി കീർത്തിചക്ര പുരസ്കാരം ലഭിച്ചതാർക്ക്? സുബേദാർ സഞ്ജീവ് കുമാർ. 2021 റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് മരണാനന്തര ബഹുമതിയായി കീർത്തിചക്ര പുരസ്കാരം ലഭിച്ചത് സുബേദാർ സഞ്ജീവ് കുമാറിനാണ്. കോവിഡ് ബാധിച്ച് അന്തരിച്ച 52ാമത് ജ്ഞാനപീഠം ജേതാവാര്? ശങ്കഘോഷ്. കോവിഡ് ബാധിച്ച് അന്തരിച്ച 52ാമത് ജ്ഞാനപീഠ ജേതാവാണ് ശങ്കഘോഷ്. 2021 ടോക്കിയോ ഒളിമ്പിക്സിന് ആദ്യമായി യോഗ്യത നേടിയ ഇന്ത്യൻ വനിതാ തുഴച്ചിൽ താരം നേത്ര കുമാനൻ. 2021 ടോക്കിയോ ഒളിമ്പിക്സിന് ആദ്യമായി യോഗ്യത നേടിയ ഇന്ത്യൻ വനിതാ തുഴച്ചിൽ താരമാണ് നേത്ര കുമാനൻ. 2021 റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച നിശ്ചല ദൃശ്യത്തിനുള്ള അവാർഡ് നേടിയ സംസ്ഥാനമേത്? ഉത്തർപ്രദേശ്. 2021 റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച നിശ്ചല ദൃശ്യത്തിനുള്ള അവാർഡ് നേടിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 2021 ഏപ്രിൽ 1 മുതൽ സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച സംസ്ഥാനമേത്? പഞ്ചാബ്. 2021 ഏപ്രിൽ 1 മുതൽ സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച സംസ്ഥാനമാണ് പഞ്ചാബ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർഷികാധിഷ്ഠിത സൗരോർജ പ്ലാന്റ് നിലവിൽ വരുന്ന സംസ്ഥാനമേത്? രാജസ്ഥാൻ. ഇന്ത്യയിലെ ആദ്യത്തെ കാർഷികാധിഷ്ഠിത സൗരോർജ പ്ലാന്റ് നിലവിൽ വരുന്നത് രാജസ്ഥാനിലാണ്.
ദേശീയ വോട്ടേഴ്സ് ദിനത്തിൻ്റെ ഭാഗമായി ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച ഓൺലൈൻ വെബ് റേഡിയോ ഏത്? ഹലോ വോട്ടേഴ്സ്. ദേശീയ വോട്ടേഴ്സ് ദിനത്തിൻ്റെ ഭാഗമായി ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച വെബ് റേഡിയോയാണ് ഹലോ വോട്ടേഴ്സ്. 2021 ഫെബ്രുവരിയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് പ്രക്ഷോഭത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് കേന്ദ്ര സർക്കാർ പ്രത്യേക സ്റ്റാമ്പ് പുറത്തിറക്കിയത്? ചൗരി ചൗര. ചൗരി ചൗര പ്രക്ഷോഭത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് കേന്ദ്ര സർക്കാർ 2021 ഫെബ്രുവരിയിൽ പ്രത്യേക സ്റ്റാമ്പ് പുറത്തിറക്കിയത്. ഉത്തരാഖണ്ഡിൻ്റെ പുതിയ മുഖ്യമന്ത്രി ആര്? പുഷ്കർ സിംഗ് ധാമി. ഉത്തരാഖണ്ഡിൻ്റെ പുതിയ മുഖ്യമന്ത്രിയാണ് പുഷ്കർ സിംഗ് ധാമി. കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രി ആര്? ബസവരാജ് ബൊമ്മൈ. കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രിയാണ് ബസവരാജ് ബൊമ്മൈ. 2021 ജനുവരിയിൽ തെലങ്കാന ഹൈക്കോടതിയുടെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസായി നിയമിതയായത്? ഹിമ കോഹ്ലി. 2021 ജനുവരിയിൽ തെലങ്കാന ഹൈക്കോടതിയുടെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസായി നിയമിതയായത് ഹിമ കോഹ്ലിയാണ്. പുതുച്ചേരിയുടെ പുതിയ മുഖ്യമന്ത്രി ആര്? എൻ രംഗസ്വാമി. പുതുച്ചേരിയുടെ പുതിയ മുഖ്യമന്ത്രിയാണ് എൻ രംഗസ്വാമി. മാന്ത്രിക ശക്തി അവകാശപ്പെട്ടിട്ടുള്ള ഉപകരണങ്ങളുടെ പരസ്യങ്ങൾ കുറ്റകരമാണെന്ന് വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതി ഏത്? ബോംബെ ഹൈക്കോടതി. മാന്ത്രിക ശക്തി അവകാശപ്പെട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾ കുറ്റകരമാണെന്ന് വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതിയാണ് ബോംബെ ഹൈക്കോടതി. നിയമപരമല്ലാത്ത വിവാഹബന്ധത്തിലെ കുട്ടികൾക്കും ആശ്രിത നിയമനത്തിന് അർഹതയുണ്ടെന്ന് വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതി ഏത്? കർണാടക ഹൈക്കോടതി. നിയമപരമല്ലാത്ത വിവാഹബന്ധത്തിലെ കുട്ടികൾക്കും ആശ്രിത നിയമനത്തിന് അർഹതയുണ്ടെന്ന് വിധി പ്രസ്താവിച്ച കോടതിയാണ് കർണാടക ഹൈക്കോടതി. മഴവെള്ള പരിപാലനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ക്യാമ്പയിൻ ഏത്? ജൽ ശക്തി അഭിയാൻ ക്യാച്ച് ദി റെയിൻ. മഴവെള്ള പരിപാലനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ക്യാമ്പയിനാണ് ജൽ ശക്തി അഭിയാൻ ക്യാച്ച് ദി റെയിൻ. കേന്ദ്ര സാമൂഹ്യ മന്ത്രാലയം ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായി ആരംഭിച്ച മൊബൈൽ ആപ്പ് ഏത്? സുഗമ്യ ഭാരത് ആപ്പ്. കേന്ദ്ര സാമൂഹ്യ മന്ത്രാലയം ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായി ആരംഭിച്ച മൊബൈൽ ആപ്പാണ് സുഗമ്യ ഭാരത് ആപ്പ്. 2021 മാർച്ചിൽ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ വനിതകൾ മാത്രം ഉൾപ്പെട്ട ക്രൂവുമായി സർവീസ് നടത്തിയ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ എണ്ണക്കപ്പൽ ഏത്? MT സ്വർണകൃഷ്ണ. 2021 മാർച്ചിൽ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ വനിതകൾ മാത്രം ഉൾപ്പെട്ട ക്രൂവുമായി സർവീസ് നടത്തിയ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ എണ്ണക്കപ്പലാണ് MT സ്വർണകൃഷ്ണ. 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച ചലച്ചിത്ര സൗഹൃദ സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത്? സിക്കിം. 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച ചലച്ചിത്ര സൗഹൃദ സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സിക്കിമാണ്. കേന്ദ്ര റവന്യൂ സെക്രട്ടറിയായി നിയമിതനായത്? തരുൺ ബജാജ്. കേന്ദ്ര റവന്യൂ സെക്രട്ടറിയായി നിയമിതനായ വ്യക്തിയാണ് തരുൺ ബജാജ്. 2021 ജൂണിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ബോക്സിംഗ് താരം? ഡിങ്കോ സിംഗ്. 2021 ജൂണിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ബോക്സിംഗ് താരമാണ് ഡിങ്കോ സിംഗ്.
ഇന്ത്യയിൽ ആദ്യമായി ജനറൽ ബഡ്ജറ്റിനൊപ്പം ജെൻഡർ ബഡ്ജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനമേത്? ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി ജനറൽ ബഡ്ജറ്റിനൊപ്പം ജെൻഡർ ബഡ്ജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ലോകത്തെ ആദ്യത്തെ ഹോസ്പിറ്റൽ ട്രെയിൻ നിർമ്മിച്ച രാജ്യമേത്? ഇന്ത്യ. ലോകത്തെ ആദ്യത്തെ ഹോസ്പിറ്റൽ ട്രെയിൻ നിർമ്മിച്ച രാജ്യമാണ് ഇന്ത്യ. മിനിമം വേതനം നിശ്ചയിക്കുന്നതിനായി 2021 കേന്ദ്ര സർക്കാർ നിയമിച്ച സമിതിയുടെ അധ്യക്ഷനാര്? അജിത് മിശ്ര. മിനിമം വേതനം നിശ്ചയിക്കുന്നതിനായി 2021 കേന്ദ്ര സർക്കാർ നിയമിച്ച സമിതിയുടെ അധ്യക്ഷനാണ് അജിത് മിശ്ര. 2021 മെയ്യിൽ പശ്ചിമ ബംഗാളിൻ്റെ പുതിയ കായിക മന്ത്രിയായി നിയമിതനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആര്? മനോജ് തിവാരി. 2021 മെയ്യിൽ പശ്ചിമ ബംഗാളിൻ്റെ പുതിയ കായിക മന്ത്രിയായി നിയമിതനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് മനോജ് തിവാരി. രാജ്യത്തെ പരമോന്നത കായിക ബഹുമതിയായ രാജീവ് ഗാന്ധി ഖേൽരത്നയുടെ പുതിയ പേരെന്ത്? മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്. രാജ്യത്തെ പരമോന്നത കായിക ബഹുമതിയായ രാജീവ് ഗാന്ധി ഖേൽരത്നയുടെ പുതിയ പേരാണ് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്. 2021 ജൂണിൽ അന്തരിച്ച കായിക താരം മിൽഖ സിംഗിൻ്റെ ആത്മകഥ. ദ റേസ് ഓഫ് മൈ ലൈഫ്. 2021 ജൂണിൽ അന്തരിച്ച കായിക താരം മിൽഖ സിംഗിൻ്റെ ആത്മകഥയാണ് ദ റേസ് ഓഫ് മൈ ലൈഫ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയൊരു ക്ലാസ്സുമായി കണ്ടുമുട്ടാം. താങ്ക് യു.